നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഷെങ്കൻ വീസ പറ്റിയാണ്. ഷെങ്കൻ വീസ എങ്ങനെ എനിക്ക് 90 ദിവസത്തെ ഷെങ്കൻ വീസ 48 മണിക്കൂറിൽ കിട്ടി പറഞ്ഞവർ വലിയൊരു ചോദ്യം ചിഹ്നമാണ്. അതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഷെങ്കൻ വീസ ഞാൻ 3 കാറ്റഗറിയിലായിട്ട് ഷെങ്കൻ വീസ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കാറ്റഗറിയാണ് ടൂറിസ്റ്റ് വീസ, ഷോർട്ട് ടേം വീസ ആണ്. ഷോർട്ട് ടേം ടൂറിസ്റ്റ് വീസ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ ഡോക്യുമെൻറ്റേഷനും എല്ലാ പ്രോസസ്സും ഇതിൽ വീഡിയോയിൽ പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റിജക്ഷൻ കുറവാവുള്ളൂ സുഹൃത്തുക്കൾ. ഒന്നും പറയാനില്ല, ഞാൻ നിങ്ങൾക്കറിയാം 100 കൺട്രിയോളം പോകുന്നുണ്ട് ഈ യാത്രയിൽ. 100 കൺട്രി ഇപ്പോൾ ഓൾറെഡി ഞാൻ 21 കൺട്രീസ് ഞാൻ പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് 100 കൺട്രി ഞാൻ ഇപ്പോൾ ഈ ഫെബ്രുവരി 15-ാം തീയതി യാത്ര തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റിലുള്ള എല്ലാ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ഒരു ലോ ബഡ്ജറ്റ് ട്രാവലറാണ്. ഈ യാത്രയുടെ മൊത്തം ഡീറ്റെയിൽസ് പിന്നായിട്ട് ഞാൻ ഇപ്പോൾ വരുന്ന പുതിയ സീരീസിൽ നിങ്ങൾ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര എങ്ങനെയാണ് ഞാൻ ചിലവാക്കുന്നത്, എങ്ങനെയാണ് കുറച്ച് പൈസ നിങ്ങൾക്ക് ലോകം കാണാം, എല്ലാം ഞാൻ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക സുഹൃത്തുക്കൾ. അപ്പോൾ താമസം ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ. ഓക്കെ, ഇപ്പോൾ ഷെങ്കൻ വീസ ടൂറിസ്റ്റ് വീസ ആണ്, ഷോർട്ട് ടേം ടൂറിസ്റ്റ് വീസ ആണ്. ഇതിൻ്റെ കാലാവധി മാക്സിമം ഓരോ കൊല്ലത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 90 days ആണ്. വിസ വാലിഡിറ്റി ചിലപ്പോൾ ഓരോ വർഷത്തേക്കായിരിക്കും, ചിലപ്പോൾ 5 വർഷത്തേക്കായിരിക്കും, ചിലപ്പോൾ 10 വർഷത്തേക്കായിരിക്കും. അത് നിങ്ങൾ എത്ര പ്രാവശ്യം ഷെങ്കൻ ഏരിയയിലേക്ക് പോയി അനുസരിച്ചിട്ട് മൂന്ന് ഡിവിഷനായിട്ടാണ് ഇത് ചെയ്തത്. ആദ്യത്തേത് ആർക്കൊക്കെ പോകും, ഹൂ കനാൽ ട്രാവൽ. രണ്ടാമത്തേത് പറയുന്നത് എവിടെയാണ്, ഏത് എംബസിലാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, വിച്ച് എംബസി ഷുഡ് ഐ അപ്ലൈ ദിസ്. മൂന്നാമത്തെ പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ വേണം. ഈ വീസയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെൻറ്റേഷൻ. ഈ വീസ കിട്ടുന്നത് ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടും, പക്ഷേ ഡോക്യുമെൻറ്റേഷൻ ഫുള്ളായിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് എടുക്കാം. ഈ വീസ ആർക്കൊക്കെ എടുക്കാം. ഈ വീസ എല്ലാവർക്കും എടുക്കാം, കർഷകർക്കും എടുക്കാം, പിന്നെ അതുമല്ലാതെ സ്റ്റുഡൻസിന് എടുക്കാം, ജോലി ചെയ്യുന്നവർക്ക് എടുക്കാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം. സോ ആർക്കെങ്കിലും ഷെങ്കൻ ഏരിയ പോകുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാവണോ അത്യാവശ്യമാണ്. ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പൂർത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ഇല്ല പറഞ്ഞെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസിലേക്ക് പോകാം, നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെ കുറച്ച് കൺട്രീസിലേക്ക് പോയിട്ട് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാകും. ഈ ഇൻ്റർവ്യൂക്ക് ഈ വീസ ഷെങ്കൻ വീസക്ക് ഒരു ഇൻ്റർവ്യൂ ഇല്ല സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് ആണ് മെയിൻ വേണ്ടത്. ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഷെങ്കൻ വീസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് സോഴ്സ് ഓഫ് ഇൻകം ഇല്ലെങ്കിൽ, നിങ്ങൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് വേണോ, അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണോ, അതൊക്കെ ഞാൻ ഡോക്യുമെൻറ്റേഷനിൽ പറയാൻ സുഹൃത്തുക്കളെ. സോ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഡോക്യുമെൻറ്റ് വേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ ഒഴിച്ചു. ഓക്കെ, പാസ്പോർട്ട് നിങ്ങളുടെയാണ്, അവരുടെയല്ല. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ ഏത് രാജ്യത്തിലാണ് ഞാൻ വീസ പോയി അപേക്ഷിക്കേണ്ടത്. വീസ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആദ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബയോമെട്രിക്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എംബസി ഡയറക്റ്റ് പോകാൻ പറ്റില്ല. നിങ്ങൾ VFS ത്രൂ ആണ് പോകേണ്ടത്. ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ഫ്രാൻസ് എംബസിയിലാണോ, സ്പെയിനിലാണോ, പോർച്ചുഗലിലാണോ, എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, സ്വിറ്റ്സർലാൻഡാണോ. ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഫ്രാൻസിലേക്ക് പോകുന്നു സുഹൃത്തുക്കളെ, പാരീസിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ നിങ്ങൾ 6 ദിവസത്തോളം സ്പെയിനിൽ നിൽക്കുന്നു, 4 ദിവസത്തോളം ഫ്രാൻസിൽ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തിലാണ് അധികം നാൾ ചിലവഴിക്കുന്നത്, നിങ്ങളെ ഐറ്റിനറി പ്രകാരം. ഓക്കെ, ഐറ്റിനറി പ്രകാരം ഏത് രാജ്യത്തിലാണ് അധികം ചിലവഴിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആണ് എംബസിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് വീസയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ 2 രാജ്യത്തിലും തുല്യമായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ, ഫ്രാൻസിലാണ് ആദ്യം ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രാൻസ് എംബസിയിൽ പോയിട്ട് പോർട്ട് ഓഫ് എൻട്രി ആണ് അപ്പോൾ പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് എംബസിയിൽ പോയിട്ട് നിങ്ങൾക്ക് വീസ അപേക്ഷിക്കാം സുഹൃത്തുക്കളെ. മൂന്നാമത്തത് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ. ഈ ഒരു വീസയുടെ മെയിൻ ഘടകമാണ് ഡോക്യുമെൻറ്റേഷൻ. ഇവിടെ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് മൊത്തം കാണുക. കണ്ടെങ്കിൽ മാത്രമേ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ വേണം പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീസ കിട്ടാതെ വരും അതുകൊണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അവർ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ആദ്യത്തെ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്വന്തം പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട്. മിനിമം 6 മാസം വാലിഡിറ്റി ബാക്കി ഉണ്ടാവണം. സോ പിന്നെ 2 പേജ് അതിൽ കാലി ഉണ്ടാവണം വീസയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ സ്റ്റാമ്പിങ് അടിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ, പാസ്പോർട്ട് ഫോട്ടോ. 80% ഫേസ് കവർ ഉണ്ടാവണം. പിന്നെ ഡയമെൻഷൻ ഞാൻ അവിടെ കൊടുക്കാം. ഈ ഫോട്ടോ ഞാൻ എന്ത് ഫോട്ടോ ഇല്ല, ഇതുപോലത്തെ ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സുഹൃത്തുക്കളെ. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ VFS ഗ്ലോബൽ പോയിട്ട് അവിടുത്തെ ഏത് എംബസിയിലാണ് സെലക്ട് ചെയ്തിട്ട് ആ എംബസിയുടെ ഇതിൽ നിങ്ങൾ വീസയ്ക്ക് വേണ്ടിയിട്ട് ഫുള്ള് മൊത്തമായിട്ട് ഫോൺ നമ്പറും ഇമെയിലും അതിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ കറക്റ്റായിട്ട്
കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്യുക. ട്രാവൽ ഇൻഷുറൻസിന് അതെ, നിങ്ങൾ ഷെങ്കൻ ഏരിയയിൽ എത്ര ദിവസം തങ്ങാനുള്ള നിങ്ങളെ ഐറ്റിനറി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്ര ദിവസം കറക്റ്റായിട്ട് കവർ, അതിനെക്കാട്ടി ഒരു 5-10 ദിവസം കവറാവുന്ന പോലെ ട്രാവൽ ഇൻഷുറൻസ് വേണം. ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾ പോളിസി ബസാറിലെടുക്കുക, അല്ലെങ്കിൽ ഏത് നിങ്ങളെ ഇഷ്ടമുള്ള കമ്പനിയിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് പിന്നും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ നിങ്ങൾ അറിയിച്ചാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ.ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് നമ്മളെ എയർ ടിക്കറ്റ്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഷെങ്കൻ വീസ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എയർ ടിക്കറ്റ് ടു ആൻഡ് ഫ്രോ, ഇല്ലെങ്കിൽ ഷെങ്കൻ ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഏതെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. ഓൺവേർഡ് ജേർണി ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവണം. ഷെങ്കൻ ഏരിയയിൽ വന്നു തിരിച്ചു പോകാനുള്ള നിങ്ങളെ ഐറ്റിനറി പ്രകാരമാണ് ഇത് വേണ്ടത്. ഓക്കെ, സോ അതല്ലാതെ നിങ്ങളിപ്പോൾ 2-3 സിറ്റിയിലേക്ക് അങ്ങോട്ട് ഷെങ്കൻ ഏരിയയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ 2-3 സിറ്റിയിലേക്കുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടിൻ്റെ കൂടി നിങ്ങൾ ടിക്കറ്റ് ആദ്യമായിട്ട് ഫർണിഷ് ആക്കുമ്പോൾ വേണ്ടി വരും സുഹൃത്തുക്കളെ. ഇത് കൊടുക്കേണ്ട ആവശ്യമാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ബാധിക്കുള്ളൂ. കവറിംഗ് ലെറ്റർ ഇതാണ് മെയിൻ ഘടകം സുഹൃത്തുക്കളെ. നിങ്ങളെ വിസ കിട്ടുമോ ഇല്ല നിർദ്ധരിക്കുന്ന, ഓർ നിങ്ങളെങ്ങനെയാണ് ഇത് എഴുതേണ്ടത് പറഞ്ഞിട്ട് ഈ ഒരു കവറിംഗ് ലെറ്ററാണ്. സോ കവറിംഗ് ലെറ്റർ നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എന്താ നിങ്ങൾ ഇതിനാണ് പോകുന്നത് അതൊക്കെ കറക്റ്റായിട്ട് അവർക്ക് ഇതാവുന്ന പോലെ മനസ്സ് തട്ടുന്ന പോലെ എഴുതിട്ട് നിങ്ങൾ ഐറ്റിനറിയും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഈ വിസ അപ്രൂവ് ആവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കവറിംഗ് ലെറ്റർ, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ ഉള്ള കവറിംഗ് ലെറ്റർ ഞാൻ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ബൈ മീ എ കോഫി പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇതിൽ പോയിട്ട് നിങ്ങൾ എനിക്കൊരു കോഫി മേടിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്താൽ മതി സുഹൃത്തുക്കളെ. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കവറിംഗ് ലെറ്ററും പിന്നെ അതല്ലാതെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ആ സീരിയൽ ഓർഡർ നിങ്ങൾക്ക് വിത്ത് ഡോക്യുമെൻ്റ് അതിൻ്റെ PDF കൂടെ നിങ്ങൾക്ക് അയച്ചാറാ സുഹൃത്തുക്കളെ ഇമെയിലായിട്ട്. ഓക്കെ, ഇത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്, അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നതെന്ന് വിചാരിച്ചാൽ മതി സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് 1-2 എത്ര വേണമെങ്കിൽ കോഫി അതിൽ മേടിച്ച് എനിക്ക് തരാം. അടുത്ത ഡോക്യുമെൻറ്റ്, ഈ ഡോക്യുമെൻറ്റ്സ് ആക്ച്വലി നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്കാണ് വേണ്ടത്. ജോലി ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് സർവീസാണ്, ഇല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലാണ്, അപ്പോൾ അവർക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടെ വേണം. കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടെ ജോലി അറിയാതെ അവിടെ പോയിട്ട് ജോലി തിരക്കാനല്ല പറഞ്ഞിട്ട് അവർ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം സുഹൃത്തുക്കൾ. പിന്നെ വേണ്ടത് നിങ്ങളുടെ അക്കോമഡേഷൻ മൊത്തം ഈ ഐറ്റിനറിക്ക് എത്ര ദിവസം അവിടെ തങ്ങുന്നു അതിൻ്റെ എല്ലാ ബുക്കിംഗ് ആക്കിയതിൻ്റെ, അതിൻ്റെ എല്ലാ പേയ്മെൻറ്റ് ആക്കിയതിൻ്റെ റെസിപ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ മെയിൽ നിങ്ങൾ ക്യാഷ് booking.com എന്നല്ല, ക്യാഷ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ആക്കിയതിൻ്റെ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയാലും അറ്റാച്ച് ചെയ്യേണ്ടി വരും. സോ ഹോട്ടലാണെങ്കിൽ, Airbnb ആണെങ്കിൽ, ഹോസ്റ്റലാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ അത് ബുക്കിംഗ് ചെയ്ത് റെസിപ്റ്റ് അറ്റാച്ച് ചെയ്യുക സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയ IT റിട്ടേൺസ് വേണം, നിങ്ങളെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് എടുക്കാം, പക്ഷേ ഒരു 3 കൊല്ലത്തിൽ നിങ്ങൾ ആവറേജ് ബാലൻസ് നിങ്ങൾ $5,000 ഉണ്ടാവണം. $5,000 പറഞ്ഞാൽ 3,80,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആവറേജ് ആയിട്ട് 3 മാസത്തേക്ക് ഉണ്ടാവണം. എന്നാലേ ബാലൻസ് കൂടെ അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ നല്ലത്. അതല്ലാതെ IT റിട്ടേൺസ് നിങ്ങൾ 3 കൊല്ലത്തിൻ്റെയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ NRI റിട്ടേൺ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് റിട്ടേൺ ആകുന്നത് അതിന് ശേഷമുള്ളത് കാണിക്കുള്ളൂ. സപ്പോർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് കോപ്പി കൊടുക്കണം, നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പി കൊടുക്കണം, നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങൾ പോയിട്ട് തിരിച്ചു വരും പറഞ്ഞിട്ട്. പിന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യം നിങ്ങളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, മുമ്പിലുള്ള അഡ്രസ്സിൻ്റെ കോപ്പി കൊടുക്കണം. നിങ്ങളെ ഓൾഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ കോപ്പീസ് കൂടെ കൊടുക്കണം സുഹൃത്തുക്കളെ. അതുമല്ലാതെ നിങ്ങളിപ്പോൾ ഷെങ്കൻ ഏരിയ ഇല്ലെങ്കിൽ US ഇല്ലെങ്കിൽ UK പോയെങ്കിൽ അതിൻ്റെ വിസ കോപ്പീസ് കൊടുക്കണം. പിന്നെ അതല്ലാതെ അതിൻ്റെ സ്റ്റാമ്പിങ്, അവർ നിങ്ങളെ എൻട്രി ആയതിൻ്റെ എക്സിറ്റ് ആയതിൻ്റെ സ്റ്റാമ്പിങ് പാസ്പോർട്ടിലുണ്ടാവും, അതിൻ്റെ കോപ്പി കൂടെ കൊടുക്കണം. സോ വിസ എത്ര പറഞ്ഞാൽ ഞാൻ താഴെ എഴുതിയിട്ടുണ്ടാവും. സോ ഇത്രയാണ് എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഇത് എല്ലാം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഫ്രഞ്ച് എംബസിലാണ് ഈസി ആയിട്ട് കിടക്കുന്നത്. പെട്ടെന്ന് എന്നെ പോലെ 48 മണിക്കൂറിൽ നിങ്ങൾക്ക് വിസ ഇതെല്ലാം ഡോക്യുമെൻറ്റ് കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ എന്ത് വിട്ടുപോയെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതാണ്. സോ ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കുക, എന്നെ ഫോളോ ചെയ്യുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ദയവായി ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യില്ല, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് വേണമെങ്കിലും മെസ്സേജ് ചെയ്തോളും. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാനുള്ള ബാധ്യസ്ഥനാണ് സുഹൃത്തുക്കൾ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക്
ഞാൻ 100ഓളം കെട്ടിലേക്ക് പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.